നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ മേക്ക് മൈ ട്രിപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ മേക്ക് മൈ ട്രിപ്പ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രെയിന്, ഫ്ലൈറ്റ്, ഹോട്ടൽസ്, ക്യാബ്സ്, ഹോം സ്റ്റേ, അതായത് നമ്മൾ ഒരു ട്രിപ്പിന് പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു കോമൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ബുക്ക് ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും ഒക്കെ പറ്റുന്നതായിരിക്കും. അപ്പം ഇതുവരെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ശരിയായ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആക്കാം, എങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നൊരു വീഡിയോ ഓൾറെഡി ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അക്കൗണ്ട് ഓപ്പൺ ആക്കാനും സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം ആദ്യം തന്നെ ഇവിടെ ഫ്ലൈറ്റ്സ് എന്ന ഓപ്ഷനാണ് ആദ്യമേ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഹോം പേജാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ഫ്ലൈറ്റ്സ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ എവിടെ നിന്നാണോ പോകേണ്ടത്, എങ്ങോട്ടാണോ പോകേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 1 വേ ആണ്, അതായത് ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് മാത്രം പോകുക. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഫ്രം എന്നുള്ളിടത്ത് ഡൽഹി സെലക്ട് ചെയ്തു, 2 എന്നുള്ളിടത്ത് ബാംഗ്ലൂർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് ഡേറ്റിലാണോ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് ഇവിടെ ഡിപ്പാച്ചർ ഡേറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 25 ഒക്ടോബറിനാണ് പോകാൻ താല്പര്യമുള്ളത്, അതുകൊണ്ട് 25 ഒക്ടോബർ എന്നത് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ താഴത്തെ ഓപ്ഷനിൽ നമുക്ക് എത്ര ട്രാവലേഴ്സ് ഉണ്ട് എന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് ക്ലാസ്സിലാണ് ട്രാവൽ ചെയ്യാൻ, എക്കണോമി, പ്രീമിയം എക്കണോമി, അങ്ങനെ 2-3 ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഞാൻ ഒരു ട്രാവലറാണ്, ഒരു പാസഞ്ചറാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ എക്കണോമി ക്ലാസ്സിലാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ സ്പെഷ്യൽ ഫെയർസ് ഇവിടെ ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ആർമഡ് ഫോഴ്സസിലുള്ളവരാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിന് വേണ്ടി കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്. സീനിയർ സിറ്റിസന് സെപ്പറേറ്റ് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഓപ്ഷൻസ് ഒന്നും ഇവിടെ തിരഞ്ഞെടുക്കുന്നില്ല. ഡയറക്റ്റായിട്ട് ഒരു സാധാരണ ആൾ എങ്ങനെ ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ 25 ഒക്ടോബറിന് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ആർമഡ് ഫോഴ്സിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ ചാനൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ സെർച്ച് ഫ്ലൈറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഫ്ലൈറ്റ്സ് സെർച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ആ സെർച്ച് ഓപ്ഷനിൽ കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഏതൊക്കെ ഫ്ലൈറ്റ്സ് ആ ഒരു ഡേറ്റിൽ 25 ഒക്ടോബറിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ഓരോന്നായിട്ട് താഴെ വരും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലൈറ്റ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അനുയോജ്യമായ ഫ്ലൈറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ഘടകം നമ്മുടെ പ്രൈസ്. അപ്പോൾ പ്രൈസ് ചെക്ക് ചെയ്യുക, കമ്പയർ ചെയ്യുക, കംഫോർട്ടായിട്ടുള്ള പ്രൈസ് എടുക്കുക. അതിനുശേഷം രണ്ടാമത്തത് നമ്മുടെ ടൈം. ഇത് 6 മണി, രാവിലെ 6 മണിക്ക് പോയി രാവിലെ 8:55 ചെല്ലുന്ന ഒരു ഫ്ലൈറ്റാണ്. ഇത് ഏകദേശം 2 മണിക്കൂർ 50 മിനിറ്റുമാണ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്നത്. ഡയറക്റ്റ് പോകുന്നതാണ്, ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ബാംഗ്ലൂരിലേക്ക്. ഈ കമ്പനി സ്പൈസ് ജെറ്റിൻ്റെയാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരുപാട് താഴോട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്സ് ആണ്. അപ്പം ഇവിടെ കുറച്ചും കൂടെ ടൈം കുറവാണ്. നമ്മൾ 8:35 ആകുമ്പം ബാംഗ്ലൂരിൽ ചെല്ലും. 5487 രൂപയാണ് ഇവിടെ പ്രൈസ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഫ്ലൈറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഫ്ലൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ വരുന്നതായിരിക്കും. നമ്മൾ ക്യാബിൻ പാക്കേജ് ആയിട്ട് 7 കിലോ ഉണ്ടാകും, ചെക്ക് ഇൻ പാക്കേജ് ആയിട്ട് 15 കിലോ ഉണ്ടാകും. ഈ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 3000 രൂപ അവർ പിടിക്കും. അപ്പോൾ 5400 നിന്ന് 3000 രൂപ പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കിട്ടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ബുക്ക് നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ബുക്ക് നൗയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നമുക്ക് കാണാൻ സാധിക്കും. ടൈം, എമൗണ്ട്, ന്യൂഡൽഹി ടു ബാംഗ്ലൂർ, നമ്മുടെ ടെർമിനൽ 1, ഡൽഹി ടെർമിനൽ 1-ൽ നിന്ന് ബാംഗ്ലൂർ ടെർമിനൽ 1-ലേക്കാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഇൻഡിഗോ, ഫ്ലൈറ്റ് നമ്പർ, പിന്നെ സെലക്ട് സർവീസസ്. ഇവിടെ ഞാൻ സേവർ എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അധികം ഓഫേഴ്സ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഈ ഒരു ഫെയർ കുറവായിരിക്കും സേവറിൻ്റെ അകത്ത്. ബാക്കി താഴോട്ട് ഫ്ലെക്സി, അതായത് പ്രീമിയം, വേറെ സർവീസസ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓപ്ഷൻസ് ലഭിക്കും. അതായത് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് കുറവായിരിക്കും ക്യാൻസലേഷൻ ഫീസ്. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഈ എമൗണ്ട് നമ്മൾ കൂടുതൽ അടയ്ക്കേണ്ടി വരും ഈ ഫ്ലൈറ്റിന് വേണ്ടി. അപ്പോൾ സാധാരണ ഒരാൾ സേവർ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിവിടെ സേവർ സെലക്ട് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പലതവണ ഇങ്ങനെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7 kg 1 പീസാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാരി ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ചെക്ക് ഇൻ പാക്കേജ് ആയിട്ട് 15 കിലോ ഒരു സിംഗിൾ ബാഗ് നമുക്ക് ട്രാവലിംഗ് ബാഗായിട്ട് നമുക്ക് ലഗേജിലും ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ എക്സ്ട്രാ ലഗേജ് കൊണ്ടുവരണമെങ്കിൽ അതിന് റേറ്റ് വീണ്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാൻസലേഷൻ റീഫണ്ട് പോളിസി കൊടുത്തിട്ടുണ്ട്. ഇന്ന ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇത്രയും പെനാൽറ്റി എടുക്കും.
അവിടെ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് പോകുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തെടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യുക, ഈ ഒരു 5487 എന്ന പ്രൈസ് നമ്മൾ ഏതെങ്കിലും അഡോൺ പാക്കേജസ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇത് കൂടി പോകും. നമ്മൾ കൂടുതൽ ഫെസിലിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ എമൗണ്ട് കൂടി പോകും. അപ്പം ഫെസിലിറ്റീസ് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക, ബാക്കി ഓരോന്നും സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകുക. ഇനി നമ്മളിവിടെ ട്രാവലർ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ മെയിനായിട്ട് നമ്മുടെ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം എന്നുള്ളിടത്ത് അമൽ, സെക്കൻഡ് നെയിം ലാസ്റ്റ് നെയിം എന്നുള്ള മാത്യു. അപ്പം അമൽ മാത്യു എന്നാണ് ട്രാവലറിൻ്റെ പേരുണ്ടെങ്കിൽ നിങ്ങൾ അമൽ മാത്യു എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏതാണോ കാറ്റഗറി, മെയിലാണോ ഫീമെയിൽ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്, അധികം ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും സെൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഇത് രണ്ടും തെളിഞ്ഞ് വരുന്നതായിരിക്കും. വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം അധികം ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇവരൊരു ഇൻഷുറൻസ് പ്ലാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ട്രാവലർ ഇൻഷുറൻസ് പ്ലാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഇൻഷുറൻസ് ആഡ് ചെയ്യണമെങ്കിൽ 199 രൂപ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അടയ്ക്കണം. വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2500 രൂപ, ഡിലേ ആയിക്കഴിഞ്ഞാൽ 1250 രൂപ, മിസ്ഡ് ആയിക്കഴിഞ്ഞാൽ സംതിങ്. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണിക്കും. വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വിൽ ദ ടേക്ക് റിസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇപ്പം ഇൻഷുറൻസ് ആഡ് ചെയ്യുന്നില്ല, ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. പാസഞ്ചറിൻ്റെ ഇങ്ങനെ പേരും ജന്തരമൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ID കാർഡ് ഉണ്ടായിരിക്കണം, ആധാർ കാർഡ്, പാൻ കാർഡ്, എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം, നമ്മുടെ ഒരു ഫോട്ടോ പ്രൂഫ് ഉള്ളത്, ഒറിജിനൽ. പിന്നെ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു സെക്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫ്രീ ആയിട്ടുള്ള സീറ്റ് പച്ച കളറ്, ഈ ഒരു കളറിലുള്ളത് 99 to 250. പിന്നെ ഓരോന്നിൻ്റെയും റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഫ്രീ ആയിട്ടുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്, ഈ ഗ്രീൻ കളറുള്ളത്. അപ്പോൾ ഇതൊരു ഗ്രീൻ ആയിട്ടുള്ളതാണ്, ഇതൊരു ഗ്രീൻ ആയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഗ്രീൻ സെലക്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ എക്സ്ട്രാ ആയിട്ട് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ആഡോൺസ്, ഞാൻ പറഞ്ഞ ആഡോൺസ്, അപ്പം നമുക്ക് കുറേ ഓപ്ഷൻസ്, എക്സ്ട്രാ ഓപ്ഷൻസ് കിട്ടും. വേണമെങ്കിൽ ഓരോന്നും ആഡ് ചെയ്താൽ ഇവിടെ 400 രൂപ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യണം. ഞാനിവിടെ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ഡയറക്റ്റ് കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമ്മളോട് കണ്ടിന്യൂ എനിവേ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. ഇനി നമ്മുടെ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് UP, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പേ ലേറ്റർ, നെറ്റ് ബാങ്കിങ്, ഒരുപാട് വാലറ്റ്, EMI, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ നെറ്റ് ബാങ്കിങ് എന്ന ഓപ്ഷനാണ്. കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിലുള്ളൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും നെറ്റ് ബാങ്കിങ്. അപ്പോൾ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഏതാണോ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സെലക്ട് ചെയ്ത് കൊടുത്തു. കണ്ടിന്യൂ വിത്ത് നെറ്റ് ബാങ്കിങ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയും കുറച്ച് ട്രാവൽ ഹാസിൽ ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. നമുക്ക് നേരിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം 5487 നിന്ന് 5786 വരാൻ കാരണം അതായത് 200 രൂപ 250 രൂപ സംതിങ് കൺവീനിയൻസ് ഫീ ആണ്. അതിപ്പോൾ ഏത് ഫ്ലൈറ്റിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും കൺവീനിയൻസ് ഫീ പിടിക്കും. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമേ നമ്മൾ ഫ്ലൈറ്റ് സെർച്ച് ചെയ്ത എമൗണ്ടിൽ നിന്ന് ഏകദേശം 250 രൂപയാണ് കൂടുതൽ വരുന്നത് ടോട്ടൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതിന്. അപ്പോൾ 5786 ലാസ്റ്റ്. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. മുമ്പോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് MakeMyTrip ഉപയോഗിച്ച് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ. അപ്പോൾ ലോഗിൻ ചെയ്ത് ബുക്ക് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മുടെ ടിക്കറ്റ് തെളിഞ്ഞ് വരുന്നതായിരിക്കും. അത് ഇമെയിൽ ID-ലേക്ക്, മൊബൈൽ നമ്പറിലേക്ക് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അതിൻ്റെ ഒരു PDF മാത്രം മതി നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ. അത് ജസ്റ്റ് സെക്യൂരിറ്റിനെ കാണിക്കുക, അകത്ത് പോവുക. നമുക്ക് നേരത്തെ തന്നെ വെബ് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ MakeMyTripൻ്റെ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ല. അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ശരിയായ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള വീഡിയോയും നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ് ആയെന്ന്. ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത്. ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.